ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോട്ടൺ ഫാബിൻ്റെ വീഡിയോ ആണ് ഇത്. ലോങ് വീഡിയോ ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ടാണ് ഞാൻ കോട്ടൺ ഫാബിൽ പോയത്. ഒരു ദിവസം പോയിട്ട് കുറച്ച് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് ചിക്കിയുടെ കൂട്ടത്തിൽ ഒന്നും കൂടി പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പോയി. ഈ 2 ദിവസത്തെയും കൂടി ഒന്നിച്ചാക്കിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് എപ്പോഴും അവിടെ കാണുന്ന ഒരു സിറാമിക് സെക്ഷനാണ്. കടുമാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ഭരണിയും പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഭരണി, പിന്നെ സോപ്പ് ഡിസ്പെൻസറൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ഫ്ലവർ വേസ്, ജഗ് എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ സെക്ഷൻ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊന്നും വാങ്ങാൻ പറ്റില്ല. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ വുഡൻ മെറ്റീരിയൽസ് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും ഞാൻ വാങ്ങില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു കോട്ടൺ ഫാബ് എന്ന് പറയുന്നത് ഒരു 1.5 മാസത്തോളം അവിടെ ഉണ്ടാകും. നമ്മുടെ ഓണത്തിന് തൊട്ട് മുമ്പായിട്ട് മിക്കവാറും ഇത് വൈൻഡപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഓണത്തിൻ്റെ ടൈമിൽ അവിടെ വേറൊരു എക്സിബിഷൻ വരും എന്നാണ് ഞാനിങ്ങനെ അറിഞ്ഞത്. അപ്പോൾ കറക്റ്റ് ഡേറ്റ് എനിക്കറിയില്ല എപ്പോഴാണിത് തീരുന്നതെന്നുള്ളത്. ഏകദേശം നമുക്കൊരു ജൂലൈ ലാസ്റ്റ്, ഓഗസ്റ്റ് ഒരു ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും തീരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇത് പഴയ രീതിയിലുള്ള ആൻറ്റിക് മെറ്റീരിയൽസ് എല്ലാം വെച്ചിരുന്നൊരു ഇതാണ്. ഈ ഒരു ചെരുപ്പിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ നമ്മുടെ കേരള സെറ്റുമുണ്ട്, സെറ്റ് സാരിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണിക്കൊന്ന പ്രിൻ്റ് വരുന്നതും അങ്ങനെയൊക്കെ കുറച്ച് യൂണീക്കായിട്ട് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ്. ഇതൊക്കെ ഇതിലും നല്ലത് നമുക്ക് കിട്ടുമെന്ന് എനിക്കറിയാം, എന്നാലും വെറുതെ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഗുജറാത്തിൻ്റെ ഈ ഒരു ഷോളിന് 300 ഒക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ പലാസോ പാൻ ഉണ്ടായിരുന്നു, അത് 550 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അതല്ലാതെയും 900-നൊക്കെ നല്ല വിരിവുള്ള സ്കേർട്ട് പലാസോസും ഉണ്ടായിരുന്നു. ചിക്കൻ കാരി വർക്കും പിന്നെ സീക്വൻസ് വർക്കും ഒക്കെ വരുന്നതാണ്. പിന്നെ മൊഡാലിൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ട്. അവിടെ റണ്ണിങ് മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. അതായത് പല പല സ്റ്റേറ്റിൻ്റെ സ്റ്റോളാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോരോ മോഡൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം ഏകദേശം എല്ലാത്തിനും സ്റ്റാർട്ടിങ് 250 ഒക്കെയാണ് കേട്ടോ വരുന്നത്. മൊഡാൽ എന്നൊക്കെ പറയുമ്പോഴേക്കും നല്ല റേറ്റ് വരും, ഒരു 500 എബവ് വരുന്നാലേ ഉള്ളൂ. പിന്നെ ഈ കട്ട് വർക്കൊക്കെ വരുന്ന ഈ ദുപ്പട്ടയല്ല, ഇത് സ്റ്റോൾ എന്ന് പറയില്ലേ അത്. അപ്പം അതിന് 550 ഒക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് കാശ്മീരിൻ്റെ സ്റ്റോളിലാണ്. അവിടെ കാനി സിൽക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സിൽക്ക്, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 15,000 ഒക്കെ വരുന്ന ഈ ഒരു സാരി ഫുൾ വീവ് ചെയ്തെടുത്തിരിക്കുകയാണ്. എത്ര പേരുടെ അധ്വാനം എന്നറിയോ. അതുകൊണ്ട് 15,000 ഒക്കെ കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ്. കാരണം ഇത് ഫുള്ള് വീവ് ചെയ്തെടുക്കാനായിട്ട് അവർ എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതെന്ന് പറയുന്നത് ഫുൾ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ്റിന് അയാൾ 2000 റുപ്പീസാണ് പറഞ്ഞത്. പിന്നെ ഇത് ലഡാക്ക് സിൽക്കാണ്. ലഡാക്ക് സിൽക്കിൽ ഓർഗൻസ പോലെ പെട്ടെന്ന് തോന്നുമെങ്കിലും ലഡാക്ക് സിൽക്ക് എന്നാണ്. അത് നമുക്ക് തൊട്ട് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഇക്കത്തിൻ്റെ കുറേ റണ്ണിങ് മെറ്റീരിയൽസും പിന്നെ സാരീസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാന്ത വർക്ക് ചെയ്ത സാരി, അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു 2500 രൂപയൊക്കെയാണ് ഇതിന് വരുന്നത്. നല്ല നല്ല കളേഴ്സ് ഉണ്ടാകും. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ബ്രൈറ്റ് കളേഴ്സ്, നല്ല കുറച്ചും കൂടി ഒരു വേറൊരു കളറായിട്ടാണ് ഈ ഒരു വീഡിയോയിലൊക്കെ കാണാം. അത് നിങ്ങൾക്കറിയാമല്ലോ, ചെറിയൊരു ലൈറ്റിൻ്റെ ഡിഫറൻസ്, പിന്നെ നമ്മൾ വീഡിയോയിൽ എടുക്കുന്നതിൻ്റെയൊക്കെ ഡിഫറൻസ് വരും. പിന്നെ ഈ ഒരു ബ്ലാക്ക് സാരിയും നല്ല രസമുണ്ടായിരുന്നു. 2 ത്രെഡ് വരുന്നുണ്ട്, അതായത് സിൽവറും ഗോൾഡും വരുന്നുണ്ട്. പിന്നെ ഈ കോട്ടൺ സിൽക്കിൻ്റെ സാരിക്കൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്ന അതേ ഒരു റേറ്റിന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു സാരിയുടെ പേര് ആൾ പറഞ്ഞത് മൾബറി സിൽക്ക് എന്നാണ്. പിന്നെ മൾബറി സിൽക്ക് എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു കളറ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലെ സാരിയായിരുന്നു.
പിന്നെ കുർത്തയൊക്കെ ഈ ഒരു കലംകാരി പ്രിൻ്റ് വരുന്നതിനൊക്കെ 550 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു എലിഫൻറ്റ് പ്രിൻ്റ് വരുന്ന ഒരു സാരി ഉണ്ടല്ലോ, ഇത് ചന്തേരി സിൽക്കിലാണ് വരുന്നത്. ഈ എലിഫൻറ്റ് പ്രിൻ്റ് അല്ലാതെ പല പല പ്രിൻസിലും ഈ സാരി അവൈലബിൾ ആണ്. മിക്കവാറും എല്ലാം ബ്ലാക്ക് തന്നെയാണ് കളേഴ്സ് വരുന്നത്. പിന്നെ ലക്നൗവി ചിക്കൻകാരി, അതറിയാത്തവരായിട്ട് ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ബാഗ് സെക്ഷൻ എല്ലാ എക്സിബിഷനിലും എപ്പോഴും നമ്മൾ കാണുന്നത് തന്നെയാണ്. വളരെ യുണീക്കായിട്ടെന്ന് പറയാനായിട്ട് ഈ ബാഗിൻ്റെ സെക്ഷനിൽ അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. അടുത്തതായിട്ട് ബംഗാളിൻ്റെ ഒരു സ്റ്റോളായിരുന്നു. അപ്പോൾ ബംഗാൾ കോട്ടൺ സാരീസാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം എല്ലാ ഏജിലുള്ളവർക്കും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണിത്. നല്ല ഹൈനെക്ക് ബ്ലൗസൊക്കെ ഇട്ട്, നല്ല കളർഫുള്ളായിട്ടുള്ള ബ്ലൗസൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണിത്. ദുർഗാപൂജ അങ്ങനത്തെയൊക്കെ ടൈപ്പ് സാരിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല രസമുണ്ട് അവരുടെ സ്റ്റോൾ കാണാനായിട്ട്. കുറച്ച് യുണീക്കാണ് ഇവരുടെ. ഇത് വാരണാസിയുടെ ഒരു സ്റ്റോളാണ്. അപ്പോൾ ബനാറസി സാരീസാണ് ഈ കാണുന്നത്. അതിൽ നല്ല നല്ല കളർഫുള്ളായിട്ട് നല്ല പട്ടിലൊക്കെ വരുന്ന നല്ല സാരീസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കലംകാരി സാരി നല്ല രസമുണ്ടായിരുന്നു, നല്ല മെറ്റീരിയലായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് കണ്ടതാണ് ഈ ഒരു 1 ഹോൺ റൈനോ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു സാരി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റൈനോ ഒക്കെ ഒരു സാരിയിൽ പ്രിൻ്റായിട്ടോ അല്ലെങ്കിൽ ത്രെഡ് വർക്കായിട്ടോ വരുന്നത് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആരും തന്നെ. പിന്നെ ഈ ഒരു ഫുൾ സെറ്റിന് 1000 രൂപ പറഞ്ഞു. അത് നല്ലൊരു ഡീലല്ലേ. 1000 രൂപയ്ക്ക് ഇത് ഈ ഒരു മെറ്റീരിയൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതിൻ്റെ പല പല കളേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാൻറ്റിന് 600 ഒക്കെയാണ് പറഞ്ഞത്. പാൻറ്റ് സ്ട്രെയിറ്റ് പാൻറ്റും ഉണ്ട്, പലാസോയും ഉണ്ട്. രണ്ടിനും ഏകദേശം 600 650 ഒക്കെയാണ് അവർ റേറ്റ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരുപാട് കടകൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് പാൻറ്റ് മാത്രം വിൽക്കുന്നതും പിന്നെ ക്രോപ്പ് ടോപ്പൊക്കെ വരുന്നതും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷൂസ് എന്ന് പറയുന്നത് അത് പുറത്ത് മഴയുള്ളപ്പോൾ ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ല. ക്ലോത്തിൻ്റെ ഒരു ഷൂസാണ് ഇത് മൊത്തം വരുന്നത്. പിന്നെ ഇത് ക്രോഷേ ചെയ്ത കുട്ടി ഉടുപ്പുകൾ നല്ല ക്യൂട്ടുണ്ട് കാണാനായിട്ട്. 2 വയസ്സ് തൊട്ട് 6 വയസ്സിൻ്റെ വരെ ഉടുപ്പുണ്ട് കേട്ടോ അവിടെ. പിന്നെ ബെഡ്ഷീറ്റ് കളക്ഷൻ ഉണ്ട്, അത് എല്ലായിടത്തും കാണുന്ന പോലെ തന്നെയാണ്. ഈ ഒരു ഷോപ്പിൽ കുട്ടികളുടെ മാത്രം ഡ്രസ്സുകളാണ് ഉണ്ടായിരുന്നത്. അപ്പം ബോയ്സിൻ്റെ നല്ല നല്ല എത്നിക് പ്രിൻ്റ് വരുന്ന ഷർട്ടും ഗേൾസിൻ്റെയും നല്ല എത്നിക് പ്രിൻ്റ് വരുന്ന പലാസോ ക്രോപ്പ് ടോപ്പ് സെറ്റൊക്കെ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, ചീപ്പായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. ഈ ഒരു ലോങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.